എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 6-ലെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് അടുത്തിടെ വിജയ ബാങ്കും ദേന ബാങ്കുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്നാൽ ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജനാധിപത്യം. ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം എന്നിവയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1, 2, 4 മാത്രം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നിവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത്. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, കാര്യനിർവഹണ വിഭാഗം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. ഇതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 2, 3, 4 മാത്രം. 2, 3, 4 തെറ്റായ വസ്തുതകളാണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു എന്ന വസ്തുത മാത്രമാണ് ശരിയായിട്ടുള്ളത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്നത് തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭാംഗങ്ങളെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭാംഗങ്ങളെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സഹമന്ത്രി. സഹമന്ത്രി സ്ഥാനമാണ് ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ കൈകാര്യം ചെയ്തിരുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 1, 3. ജസ്റ്റിസ് ഹരിലാൽ J. കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് എന്നിങ്ങനെയാണ് ശരിയായി വരേണ്ടത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ എന്ന പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. സ്വാസ്ഥ്യം പദ്ധതി 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദ്രോഗികളായ കുട്ടികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദ്രോഗികളായ കുട്ടികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം. നിർഭയ, സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക, അതുവഴി കുറ്റകൃത്യങ്ങൾ കുറച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് നിർഭയ പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിലുറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയുമാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, കല്ലേൽ പുക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലാണ് കല്ലേൽ പുക്കുടൻ പ്രമുഖ സാന്നിധ്യമായിരുന്നത്.